Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ മക്കളെ, നമ്മൾ എപ്പോഴാണ് ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറച്ചൊരു സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്? ഞാൻ പറയട്ടെ, 9ാം ക്ലാസ്സിലെ ഓണപരീക്ഷ എഴുതിയപ്പോൾ. കാരണം 8ാം ക്ലാസ് വരെ ഗ്രാമർ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഈ വേർഡ് പിരമിഡും പ്രപ്പോസിഷൻസ് ഇന്ന് ടോണൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അത് നമ്മൾ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഓണപരീക്ഷയും ക്രിസ്മസ് എക്സാമും കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്ക് 7ഓളം ഗ്രാമർ ടോപ്പിക്കുകൾ 9th പഠിക്കാനുണ്ട്. ഏകദേശം 20 മാർക്കിന് ഗ്രാമർ വരും പരീക്ഷയ്ക്ക്. എന്ന് വെച്ചാൽ പരീക്ഷയുടെ 25% ഗ്രാമർ ചോദ്യങ്ങളാണ്. പക്ഷെ എനിക്കറിയാം, ക്രിസ്മസ് എക്സാമിന് സൈലത്തിന്റെ ലൈവ് കണ്ടുപോയ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാമർ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പബ്ലിക് എക്സാം എടുക്കാനായി. അപ്പൊ നമ്മുടെ ഗ്രാമറിലെ നമ്മുടെ നോളജിനെ, നമ്മുടെ അറിവിനെ ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് അടിപൊളിയാക്കി വെക്കണ്ടേ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ആയിട്ട് വന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ പറഞ്ഞ 7 ഗ്രാമർ ടോപ്പിക്കുകൾ. അത് ഏതൊക്കെയാണെന്നറിയോ? റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ് ഉണ്ട്, പ്രപ്പോസിഷൻസ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, ഫ്രേസൽ വെർബ്സ് ഉണ്ട്, കോൺവെർസേഷൻ കംപ്ലീഷൻ ഉണ്ട്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ഉണ്ട്. ഈ 7 ഗ്രാമർ ടോപ്പിക്കുകളിലെ കൊമ്പൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, എഡിറ്റിംഗ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ. ആൻഡ് നമ്മൾ ഇതിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി പോവാണ്, ഒന്ന് മെരിക്കാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവില്ലേ? റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അടിച്ച് ഇപ്പൊ തന്നെ ആ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറന്നു പോകരുത്. കാരണം 9ാം ക്ലാസ്സിന്റെ പവർ കമന്റ് ബോക്സിലാണ് നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് കാര്യം ഗംഭീരമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. തുടങ്ങാം. നമ്മൾ നോക്കും, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതാ ചാപ്റ്റർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ബെത്തനിയും ഫാദർ. ബെത്തനി ഹാമിൽട്ടന്റെ കഥ ഏതാ? യെസ്, ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ. സോ ഇവിടെ ബെത്തനി ഹാമിൽട്ടനും ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അവിടെ ചില സ്ഥലങ്ങളിൽ, പ്രിസൈസ്ലി 4 സ്ഥലങ്ങളിൽ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ 4 തരത്തിലുള്ള സെന്റൻസുകളാണ്. നോക്കാം. ഒന്നാമത്തത്, ബെത്തനി എന്തോ ഒരു ചോദ്യം ഫാദറിനോട് ചോദിക്കുന്നു. ചോദ്യമാണ് എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടപ്പോൾ സാറിന് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് ചോദ്യമാണ് അവിടെ എഴുതേണ്ടത്? ഫാദറിനോട്, അച്ഛൻ നിങ്ങൾ ഫുഡ് കഴിച്ചോ? അച്ഛൻ നിങ്ങൾക്ക് ബിരിയാണിയാണോ ഇഷ്ടം അല്ലെങ്കിൽ സദ്യയാണോ ഇഷ്ടം? ഇതാണോ ചോദിച്ചേ? അല്ല, ആൻസർ വായിച്ചു നോക്കുക. എന്താ ആൻസറിൽ പറയുന്നത്? ഫാദർ, The doctor said that you are going to be fine soon. ഡോക്ടർ പറഞ്ഞു നിനക്ക് പെട്ടെന്ന് ഭേദാവും, നീ പെട്ടെന്ന് ഓക്കെ ആവും എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ബെത്തനി ചോദിച്ചിട്ടുണ്ടാവുക? യെസ്, എന്താണ് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ എന്ത് പറഞ്ഞു എന്നാണ് ചോദിക്കേണ്ടത്. ഡോക്ടർ എന്ത് പറഞ്ഞു എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ മാത്രമേ എന്ത് ഉത്തരം കിട്ടുള്ളൂ? ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് ഉത്തരം കിട്ടുള്ളൂ. ഇനി നിങ്ങൾ പറ, ഈ പറഞ്ഞത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് WH ക്വസ്റ്റ്യൻ ആണ്, മറ്റൊന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ്, WH ക്വസ്റ്റ്യൻ ആണ്. അത് കറക്റ്റ് ആണ്. കാരണം എന്താ? ഇതിന്റെ ആൻസറിൽ എന്തില്ല? യെസ്സിലോ നോയിലോ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, ഉത്തരം യെസ്സിലോ നോയിലോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായി, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് എന്ത് ക്വസ്റ്റ്യനാ? WH ക്വസ്റ്റ്യൻ. നോക്കൂ, ഒരു WH ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങളെ കുറച്ച് മുമ്പ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഓർമ്മയെ ഞാൻ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാണ്. ക്വാസ്മോ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. എന്ത് ഓർമ്മിച്ച് വെച്ചാൽ മതി? ക്വാസ്മോ. ക്യൂ എന്ന് വെച്ചാൽ എഴുതി വെക്കണേ മക്കൾ എവിടെയെങ്കിലും. ക്യൂ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. വാട്ട്, വിച്ച്, വേർ, വൈ, ഹൗ പോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ്. എ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. എം എന്ന് വെച്ചാൽ മെയിൻ വേർബ് അല്ലെ? നമ്മള് ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ് ടു, നീഡ്, ഡെയർ, ഓട്ട് ടു. ഇതിന് ഓക്സിലറി വെർബ്സ് എന്നാ പറയാ. ബാക്കിയുള്ള വെർബ്സ് ഉണ്ടല്ലോ, ജമ്പ്, റീഡ്, ലിസൺ, റൈറ്റ്, തിങ്ക്, ഡ്രൈവ്, ഇതിനൊക്കെ നമുക്ക് മെയിൻ വേർബ് എന്ന് വിളിക്കാം. ഇനി ഓ എന്ന് വെച്ചാൽ എന്താ? അതേഴ്സ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാവണം, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അതും കൂടി എഴുതുക. സോ ഈ ഫോർമാറ്റിലാണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് എന്താ ചോദിക്കേണ്ടത്? എന്താണ് ഡോക്ടർ പറഞ്ഞത്? എന്ത് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താ? ക്യൂ. എന്ത് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ സൂപ്പർ അല്ലേ? യെസ്. ഏതാണ്? വാട്ടാണ്. അപ്പൊ അതായേ വാട്ടായി. അടുത്ത എന്താ വേണ്ടേ? അടുത്തതൊരു ഓക്സിലറി വെർബ് വേണം.
ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഏത് ഓക്സിലറി വേർബ് എന്ന് കണിയാനെ നോക്കി ജാതകം വെച്ചിട്ട് പലക വെച്ചിട്ടൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആൻസറിലേക്ക് നോക്കുന്നു. ആൻസറിൽ ഉപയോഗിച്ച ഓക്സിലറി വേർബ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആൻസർ: ദ ഡോക്ടർ സെഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ബി ഫൈൻ സൂൺ. സാർ, എന്താ സാർ? ഇതിലൊന്നും ഡയറക്റ്റ് ആയിട്ട് എന്ത് തന്നിട്ടില്ല? ഓക്സിലറി വേർബ് തന്നിട്ടില്ല. ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ് അതൊന്നും എന്തില്ല, ആൻസറിലില്ല. വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിലെ മെയിൻ വേർബിനെ കണ്ടുപിടിക്കുന്നു. ഡോക്ടർ സെഡ്, ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഇതിലെ മെയിൻ വേർബ് ഏതാ കുട്ടികളെ? ഇതിലെ മെയിൻ വേർബ് സെഡ് ആണ്. ഇതിലെ മെയിൻ വേർബ് ഏതാണ്? സെഡ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, സെഡ് എന്ന് പറഞ്ഞാൽ V2 ആണല്ലോ, സേ ആണല്ലോ V1. സേ ആണ് V1. ഇനി വേറെ ആളും കൂടി ഉണ്ട്, ആരാ? സേസ്. സേസ് എന്ന് പറഞ്ഞാൽ എന്താ? V1 തന്നെയാണ്, പക്ഷെ V1 എന്താണ്? സിംഗുലർ ആണ്. സോ ഇത്രേ ആലോചിക്കണ്ടുള്ളൂ. ഒരു വേർബ് V1 ആണെങ്കിൽ അതിൽ ഏത് ഓക്സിലറി വേർബ് ഉണ്ടാവും? ഡു ഉണ്ടാവും. V2 ആണെങ്കിൽ ഏത് ഓക്സിലറി വേർബ് ഉണ്ടാവും? ഡിഡ് ഉണ്ടാവും. V1 സിംഗുലർ ആണെങ്കിൽ ഏത് ഓക്സിലറി വേർബ് ഉണ്ടാവും? ഡസ് ഉണ്ടാവും. സോ ഞാൻ ഈ സേ എന്ന് വെച്ചാൽ സേ എന്ന് ഞാൻ ഡിഡിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ ബാക്കി അവിടെ തന്നെ ആര് തന്നെ ഉണ്ടാവും? സേ ഉണ്ടാവും. സെഡ് ഞാൻ ഡിഡിനെ എടുത്ത് ആര് ബാക്കി ഉണ്ടാവും? സേ ഉണ്ടാവും. സെയ്സ് എന്ന് ഡസ് പുറത്തെടുത്ത് ആര് ബാക്കി ഉണ്ടാവും? സേ ഉണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ജമ്പ് എന്ന് വെച്ചാൽ ഡു പ്ലസ് ജമ്പ് ആണ്. ജംപ്ഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് ജമ്പ് ആണ്. ജംപ്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് ജമ്പ് ആണ്. മനസ്സിലായല്ലോ? സൂപ്പർ സൂപ്പർ, അടിപൊളി. ഓക്കെ, പാറ്റ് ഓൺ യുവർ ഷോൾഡർ. ഓക്കെ സാർ, എനിക്ക് മനസ്സിലായി, അടിപൊളി. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഞാൻ ഓക്സിലറി വേർബ് ഏതാണ്? എനിക്ക് ഓക്സിലറി വേർബ് വേണ്ടേ? അപ്പൊ ഉത്തരത്തിലുള്ള ഓക്സിലറി വേർബ് ഏതാ? ഡിഡ്. വോട്ട് ഡിഡ്. അടുത്ത ആരാണ്? സബ്ജക്ട്. ആരാ? ഡോക്ടർ എന്താ പറഞ്ഞതെന്നല്ലേ ചോദിക്കണ്ടേ? അപ്പൊ സബ്ജക്ട് ഏതാ? വോട്ട് ഡിഡ് ദ ഡോക്ടർ. അടുത്തത് മെയിൻ വേർബ്. ഡിഡ് ഓക്സിലറി വേർബ് ആണ്. മെയിൻ വേർബ് ഏതാണ്? പറയുക അല്ലെങ്കിൽ പറഞ്ഞത്. അപ്പൊ ഉത്തരത്തിലുള്ള വേർബ് തന്നെ എടുക്കേണ്ടത്. ഉത്തരത്തിൽ എന്താ ഉള്ളത്? സെഡ് ഉള്ളത്. പക്ഷെ എനിക്കിവിടെ സെഡ് എഴുതാൻ പറ്റുമോ? വോട്ട് ഡിഡ് ദ ഡോക്ടർ സെഡ് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഞാൻ ഈ സെഡ് എന്ന് ആരെ പുറത്തെടുത്തിട്ടുണ്ട്? ആരെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്? ഡിഡിനെ. അപ്പൊ ഡിഡിനെ പുറത്തെടുത്താൽ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? യെസ്, യു ഗോട്ട് ഇറ്റ്. അടിപൊളി, സൂപ്പർ, മനസ്സിലായല്ലോ. അപ്പൊ ഏതാണ്? സേ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ. കിട്ടും, ഒന്നാമത്തെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്റെ മക്കൾ എഴുതിയെടുക്കണേ. ഇതൊക്കെ എന്റെ മക്കൾ എഴുതിയെടുക്കണം. ഇതിപ്പോ തൽക്കാലം ഞാൻ ഒഴിവാക്കുകയാണേ. ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പിറകോട്ട് പോയാൽ മതി. അപ്പൊ അത് കിട്ടി. ക്രാസ് ഒക്കെ കിട്ടി. ഇതും വേണം. അടുത്തത്, the doctor said that you are going to be fine soon. Bethany എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. ചോദ്യം എന്താ നമുക്കറിയാം? ഇല്ല, അതുണ്ടാക്കാനാണല്ലോ നമുക്ക് മാർക്ക് തരുന്നത്. ആൻസർ എന്താ? ആൻസർ യെസ് എന്നാണ്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്ത് ക്വസ്റ്റ്യനാ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ ക്വാസ്മോ എന്ന് പറഞ്ഞ പോലെ വേറെ ആളുണ്ട്, ഒന്നുമില്ല, ക്യൂനെ ഒഴിവാക്കിയാൽ മതി. എന്താണ്? ആസ്മോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്താണ്? ASMO എന്ന് വെച്ചാൽ എന്താ? ഓക്സിലറി വേർബ്, സബ്ജക്റ്റ്, മെയിൻ വേർബ്, അതേഴ്സ്. ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ ആൻസർ നോക്കിയേ? യെസ്, യു വിൽ ബി ഏബിൾ ടു സർഫ് അഗെയിൻ. യു ആർ എ ബ്രേവ് ഗേൾ. ഇത് വേറെ സാധനം, ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. അപ്പൊ എന്താണ് ആൻസർ? യു വിൽ ബി ഏബിൾ ടു സർഫ് അഗെയിൻ. അതെ, നിനക്ക് വീണ്ടും സർഫ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി. നിങ്ങളൊക്കെ എന്നേക്കാൾ ബുദ്ധിയുള്ള മനുഷ്യന്മാരല്ലേ? അതെ, നിനക്ക് വീണ്ടും സർഫ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്തായിരിക്കും ബെത്തനി ചോദിച്ചിട്ടുണ്ടാവുക? എനിക്ക് വീണ്ടും സർഫ് ചെയ്യാൻ സാധിക്കുമോ? അടിപൊളി, അത് തന്നെ. അത് ഇംഗ്ലീഷ് ചോദിച്ചാൽ മതി. അത് ഇംഗ്ലീഷ് ചോദിച്ചാൽ മതി. എങ്ങനെയാ ചോദിക്കുക? നോക്കാം. എനിക്ക് വീണ്ടും സർഫ് ചെയ്യാൻ പറ്റുമോ എന്നല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ആദ്യം എന്ത് വേണം? ഓക്സിലറി വേർബ് വേണം. സർ, ഇവിടുത്തെ മെയിൻ വേർബ് ഏബിൾ. ഏബിൾ ഞാൻ ഡു പ്ലസ് ഏബിൾ. ഏബിൾ അപ്പൊ ഡു ആണ് ഓക്സിലറി വേർബ്. വേണം? വേണ്ട. നമുക്ക് അങ്ങനെ ഒരു സൂക്കേടുണ്ട് അല്ലെ? ഇവിടെ പുറത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാണ്ടാൻ നിൽക്കണ്ടല്ലോ. പുറത്ത് ആരുണ്ട്? പുറത്ത് മീൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഓക്സിലറി വേർബ് തന്നിട്ടുണ്ട്. ഏതാ ഓക്സിലറി വേർബ്? വിൽ. അടിപൊളി, വിൽ. അടുത്ത്, എനിക്ക് വീണ്ടും സർഫ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ സബ്ജക്റ്റ് ആരാ? ഐ. പറ്റുമോ? സാധിക്കുമോ? അല്ലെ? വേർബ് ഏതാ? ബി ഏബിൾ. Will I be able? Will I be able? ഇനി others ബാക്കിയുണ്ടോ? Will I be able? എന്ത് to surf again? Will I be able to surf again? മനസ്സിലായോ? കാര്യം മനസ്സിലായോ? കിട്ടിയോ? സൂപ്പർ, അടിപൊളി. അപ്പൊ നിങ്ങളുടെ സന്തോഷം എവിടെ അറിയിക്കണം? കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ അതും കിട്ടിയടാ, അതും കിട്ടി. അടിപൊളി, സൂപ്പർ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകണം. മൂന്നാമത്തെ ചോദ്യം കമ്പാരിറ്റീവ്ലി എളുപ്പാ. നോക്കി നിങ്ങള്. Yes, you will be able to surf again. You are a brave girl. നീ ഒരു ബ്രേവ് ആയിട്ടുള്ള ധീരയായിട്ടുള്ള കുട്ടിയാണ്. അച്ഛൻ്റെ മോളാണ്, ധീരയായിട്ടുള്ള കുട്ടിയാണ്.
എന്താ സാധനം? അല്ലേ, അതാണ് അല്ലേ. യു ആർ എ ബ്രേവ് ഗേൾ. ഇവിടെ ഒരു സെന്റൻസ് വന്നു, കോമ തന്നു, സ്പേസ് വന്നു, ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ക്വസ്റ്റ്യൻ ആണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ ടാഗ്? തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഏതാണോ അതെടുത്ത് എഴുതുക. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോലെ ഡു ഡസ് ഇട്ട് നോക്കണം, വേണ്ട. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആറാണ് ഓക്സിലറി വെർബ്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? യു ആർ എ ബ്രേവ് ഗേൾ എന്ന് പറഞ്ഞ ഈ സെന്റൻസിൽ നോ, നോട്ട്, നത്തിങ്, നെവർ, നോബഡി, നിൽ ഇതൊക്കെ ഇംഗ്ലീഷിൽ നെഗറ്റീവ് വേർഡ്സ്. ഇത് വന്ന സെന്റൻസ് നെഗറ്റീവ് ആവും. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. ലിറ്റിൽ ഫ്യൂ ഉണ്ടോ? ലിറ്റിലും ഇല്ല, ഫ്യൂ ഇല്ല. പിന്നെയോ 4 ആൾക്കാരുടെ ഉണ്ട്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം. ഇതാരും ഇല്ലാത്തതുകൊണ്ട് ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിനെ നെഗറ്റീവ് ആക്കിക്കോളും. അപ്പോൾ ആർ ഇൻറ്റു എന്നാക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സബ്ജക്ട് എഴുതുക. ഏതാണ് പ്രോനൗൺ സബ്ജക്ട്? ആർ ഇൻറ്റു. സൂപ്പർ, അടിപൊളി. ഓക്കെ, മൂന്നാമത്തെ ആൻസർ എന്താ? ആർ ഇൻറ്റു. നാലാമത്തത് ഇഫ് യു ഹെൽപ്പ് മീ. അച്ഛൻ എന്നെ സഹായിച്ചാൽ എന്തോ ഒരു സാധനം പറയുന്നു, പക്ഷെ നമുക്ക് മനസ്സിലായി അതെന്താ സാധനം? അത് ഇഫ് ക്ലോസ് ആണ്. എന്ത് ക്ലോസ് ആണ്? ഇഫ് ക്ലോസ് ആണ്. എൻ്റെ മക്കൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് ക്ലോസിനെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നോക്കൂ, ഇഫ് ഉള്ള ഈ ക്ലോസും ഇഫ് ഇല്ലാത്ത ഈ ക്ലോസും. സോ ഈ ക്ലോസിനെ ഇഫ് ഉള്ള ക്ലോസിനെ ഞാൻ ഏറ്റവും സിമ്പിളായി, ഏറ്റവും നല്ല ഭാഷയിൽ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നു. ഇയാളെ ഞാൻ എന്ത് വിളിക്കുന്നു? ഇയാളെ ഞാൻ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നു. സോ ഒരു കണ്ടീഷണൽ സെന്റൻസ്, ഇങ്ങനത്തെ സെന്റൻസിന് നമ്മൾ കണ്ടീഷണൽ സെന്റൻസ് എന്നാ പറയാം. അതായത് എന്താ? ഇഫ് യു പ്രാക്ടീസ് എവറി ഡേ. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവിടെ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? നീ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ യു വിൽ ഇംപ്രൂവ് യുവർ സ്കിൽസ്. നിനക്ക് നിന്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നീ നിന്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. സോ ഈ കണ്ടീഷനും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലുള്ള റിസൾട്ടും പറയുന്ന സെന്റൻസുകളെയാണ് എന്ത് പറയാ? കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറയാം. സോ ഒരു കണ്ടീഷണൽ സെന്റൻസസിൽ അല്ലെങ്കിൽ സെന്റൻസിൽ 2 പേരുണ്ടാവും അല്ലെ? ആരുണ്ടാവും? ഇഫ് ക്ലോസ്. ആരുണ്ടാവും? ഇഫ് ക്ലോസും ഉണ്ടാവും, മെയിൻ ക്ലോസും ഉണ്ടാവും. 9ാം ക്ലാസ്സിലൊക്കെ സാധാരണഗതിയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇഫ് ക്ലോസ് ആണ് തരാം. എന്താ തരാ? ഇഫ് ക്ലോസ്. ഇയാൾ തരും, ഇയാൾ എഴുതാൻ വേണ്ടി പറയും. എൻ്റെ മക്കൾ ആകെ ഇത്ര കാര്യം ആലോചിക്കേണ്ടുള്ളൂ. ശ്രദ്ധിച്ചോളെ, 9ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ, +1-ൽ, +2-ൽ ഒക്കെ എന്തുണ്ട്? കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. യു കീപ് ഇറ്റ് വെരി സിമ്പിൾ, ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. നിങ്ങൾ ഇഫ് ക്ലോസിൽ തന്നിരിക്കുന്ന വേർബിനെ നോക്കുക. അയാൾ V1 ആണോ V2 ആണോ ഹാഡ് പ്ലസ് V3 ആണോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യും. V1 ആണോ V2 ആണോ ഹാഡ് പ്ലസ് V3 ആണോ ഇഫ് ക്ലോസിൽ തന്നിരിക്കുന്ന വേർബ് എന്ന് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇഫ് ക്ലോസിൽ തന്നിരിക്കുന്ന വേർബ് ഏതാ? ഹെൽപ്പ് ആണ്. ഏതാണ്? ഹെൽപ്പ് ആണ്. ഹെൽപ്പ് V1 ആണോ V2 ആണോ? ഹെൽപ്പ് ഏതാണ്? ഹെൽപ്പ് ഏതാണ്? ഹെൽപ്പ് V1 ആണ്. അപ്പൊ നമ്മൾ ഇഫ് ക്ലോസ് എന്നാൽ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം, ഇഫ് ക്ലോസിൽ തന്നിരിക്കുന്ന വേർബ് V1 ആണോ V2 ആണോ ഹാഡ് പ്ലസ് V3 ആണോ? ഹാഡ് പ്ലസ് V3 ആണോ എന്ന് കണ്ടാൽ മനസ്സിലാവും, കാരണം ഹാഡ് ഉണ്ടാവുമല്ലോ, നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ അല്ലെ? അല്ലെങ്കിൽ മനസ്സിലാവും. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് ചെയ്യണം? V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 എന്നുള്ള ഫോർമാറ്റിൽ, വില്ലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാനോ, ഷാളോ, മേയോ ഉപയോഗിക്കാം, പക്ഷെ തൽക്കാലം ഓർമ്മിച്ച് വെക്കുക, വിൽ പ്ലസ് V1 എന്നുള്ള ഫോർമാറ്റ് വേണം. V2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V2 അല്ല, വുഡ് പ്ലസ് V1 എന്ന് പറഞ്ഞ ഫോർമാറ്റ് വേണം. ഇനി ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞ ഫോർമാറ്റ് വേണം. ഇതൊന്നും എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ടും എഴുതി വെക്കണം. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇഫ് ക്ലോസിനെ കുറിച്ച് വേണ്ടി മാത്രം ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷെ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ കാര്യം. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചോ. പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം വളരെ സിമ്പിൾ ആണ് അല്ലെ? ആക്ച്വലി നോക്കൂ, ഇഫ് യു ഹെൽപ്പ് മീ. അച്ഛൻ നിങ്ങൾ എന്നെ സഹായിച്ചാൽ എന്നെ സഹായിച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്ന പറയേണ്ടത്? അപ്പൊ ആൻസർ നോക്കും. ആൻസർ എന്താ? യെസ് ഡിയർ. ഉറപ്പായും കുട്ടി, ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ബാക്ക് ഓൺ ദ സർഫിംഗ് ബോർഡ് അഗെയിൻ. നീ വീണ്ടും സർഫിംഗ് ബോർഡിൽ എന്ത് ചെയ്യും? തിരിച്ചു വരും. അപ്പൊ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾ എന്നെ സഹായിച്ചാൽ അച്ഛാ ഞാൻ എങ്ങോട്ട് തിരിച്ചു വരും? സർഫിംഗ് ബോർഡിലേക്ക് തിരിച്ചു വരും. അപ്പൊ സിമ്പിൾ ആണ്. ഇഫ് യു ഹെൽപ്പ് മീ, ഇവിടെ തന്നെ ഉണ്ട് വിൽ പ്ലസ് V1. ഉത്തരത്തിൽ എല്ലാ കാലത്തും ഉണ്ടാവണമെന്നില്ല, എന്നാൽ ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? ഐ വിൽ. V1 എന്താ? ഗെറ്റ് ബാക്ക്. ഐ വിൽ ഗെറ്റ് ബാക്ക് ഓൺ ദി സർഫിംഗ്
ബോർഡ് അഗെയിൻ. ഓൺ ദി സർഫിംഗ് ബോർഡ് അഗെയിൻ. ഇത്രേ ഉള്ളൂ എന്ത് ആ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ 4 ചോദ്യത്തിനും വളരെ സിസ്റ്റമാറ്റിക് ആയി അടിപൊളിയായി ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാൻ മറന്നു വരുത്. സോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക്? നാച്ചു സാർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നാച്ചു സാറിന് വലിയ സന്തോഷമാവും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ഐ ആം വെയിറ്റിംഗ്.